പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികൾ 7:56 ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തെഫാനോസ് യേശുവിന് വേണ്ടി തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അവനു വേണ്ടി സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസ് ക്രിസ്തുവിനെ ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയുകയും വിശ്വാസത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു. നാം ദൈവത്തിനായി നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നതായ പല വിധത്തിലുള്ള വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന നല്ല പിതാവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. മലാഖി 3:10 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. പ്രിയമക്കളെ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നാം ഒന്ന് ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുത്താൽ മതി, ദൈവിക അനുഗ്രഹം നമ്മെ തേടിയെത്തും. ഹൃദയം തുറക്കുന്നവരിലാണ് വചനം എത്തിച്ചേരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16:14 കാണാം, കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിൽ സുവിശേഷവുമായി വന്നപ്പോൾ പുഴവക്കത്തിരുന്ന് അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അവിടെ രക്താംബരം വിറ്റുകൊണ്ടിരുന്ന തുയഥൈര പട്ടണക്കാരിയായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ വചനം കേട്ടു. ഹല്ലേലൂയ. നോക്കൂ, അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. കൂടാതെ അവൾ പൗലോസിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവളുടെ ഭവനത്തിൽ ദൈവിക സഭ തന്നെ രൂപം കൊള്ളുവാൻ ഇടയായി തീരുകയും ചെയ്തു. നോക്കൂ പ്രിയമക്കളെ, വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വിതറിയാൽ അത് മുളയ്ക്കുവാൻ നാം സാവകാശം ഒരുക്കി കൊടുക്കണം. ഹൃദയം തുറന്നില്ല എങ്കിൽ എത്ര വചനം കേട്ടാലും യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. നാളുകളായിട്ട് ദൈവസന്നിധി നിൽക്കുന്നു, നാം ഇന്ന സഭയിലാണെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഹൃദയം വേണ്ടുന്നതുപോലെ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു ഫലവും ലഭിക്കുകയില്ല. നാം ഒരു പഴഞ്ചൊല്ല് കേൾക്കുന്നുണ്ടല്ലോ, നട്ടപ്പോഴും ഒരു കൊട്ട, അത് കിളച്ചപ്പോഴും ഒരു കൊട്ട എന്ന്. അതുപോലെയാണ് നാളുകളായിട്ട് ദൈവസന്നിധി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടും യാതൊരു ഫലവും നമ്മിൽ കാണുന്നില്ല എങ്കിൽ, പ്രിയമക്കളെ, നാം ഹൃദയം തുറന്നു കൊടുത്ത് നാം ഫലം ഉളവാക്കുന്നവരായി തീരണം. നല്ല നിലത്ത് വീണ വിത്താണ് 30, 60, 100 മേനിയായി വളരുന്നത്. നമ്മുടെ ഹൃദയം ദൈവത്തിനായി നല്ല വചനമാകുന്ന വിത്ത് വിതറുവാൻ ഒരുക്കി കൊടുക്കണം, നല്ല നിലം ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ചില കാരാഗ്രഹ വാതിലുകൾ തുറക്കുവാനിടയാവും. അപ്പോസ്തല പ്രവൃത്തി 5:19 രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നാം ദൈവത്തിനായി ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഏതടഞ്ഞ വാതിലുകളെയും ദൈവം തുറക്കും. പ്രിയമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസിനെ തടവിലാക്കിയത് കാണുവാൻ കഴിയുന്നുണ്ട്. 12:5 ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന പത്രോസ് 6-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. പ്രിയമക്കളെ, ഇന്ന് ഏതെല്ലാം സൗകര്യങ്ങളോട് കൂടി എങ്ങനെയൊക്കെ നാം കിടക്കുവാൻ, അതായത് ഉറങ്ങുവാൻ കിടന്നാലും പലർക്കും ഉറക്കം വരാറില്ല. എന്താണ് കാരണം? നാം വേണ്ടും പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുത്തില്ല.
നോക്കൂ, ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയിൽ, അതായത് ഐക്യതയോടുള്ള പ്രാർത്ഥനയിൽ വിടുതല് ലഭിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവമഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. നാം 12:7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം, വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു ദൈവ പൈതലിനെ ഏത് വിധേനയും സഹായിച്ച് ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നോക്കൂ, അതാണ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് 7 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. പ്രിയമക്കളെ, നാം വായിച്ചല്ലോ, ഇരുട്ടുമാറി വെളിച്ചം പ്രകാശിച്ചു. ഉറങ്ങിക്കിടന്ന പത്രോസിനെ തട്ടി ഉണർത്തി. ചങ്ങലകളാൽ ബന്ധിതനായ പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങല വീണു. നോക്കൂ, അവൻ സ്വതന്ത്രനായി. അവന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം വീണ്ടും തുടങ്ങുവാൻ സാധിച്ചു. ഹല്ലേലൂയ. അരകെട്ടി ചെരുപ്പിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് ദൂതന്റെ പിന്നാലെ വരുന്നതായ പത്രോസ്. പ്രിയമക്കളെ, നാം 10-ാം വാക്യം വായിച്ചു. 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. പ്രിയമക്കളെ, അപ്പോഴാണ് അവന് മനസ്സിലായി. അവൻ ആദ്യമേല്ലാം വിചാരിച്ചെന്തോ, ഒരു ദർശനം കാണുന്നെന്ന് അവൻ നിരൂപിക്കുകയാണ്. നമ്മെ ദൂതന്മാരെ അയച്ച് എവിടെ നിന്ന് രക്ഷിക്കണമോ അവിടെ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നാം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതാണോ എങ്കിൽ നമുക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് വാതിലുകൾ തുറന്നു തരും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി തുറക്കാം. നമ്മെ വേണ്ടുപോലെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അതാണ് നാം ആദ്യമേ വായിച്ചത്, മലാക്കി 3:10. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. നോക്കൂ, നമുക്ക് വേണ്ടി അനുഗ്രഹം പകർന്നു തരുവാൻ ദൈവം ഇന്ന് ശക്തനാണ്. ഏത് ഭാരപ്പെടുത്തുന്ന വിഷയവും ദൈവസന്നിധി വെക്കുക. അതായത് നാം വാതിൽ തുറന്നു കൊടുത്താൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുവാൻ ദൈവം ശക്തനാണ്. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. നമുക്ക് ഹൃദയവാതിൽ തുറന്നു കൊടുക്കാം. പ്രിയരെ, നമുക്ക് ദൈവത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധി തന്നെ നമ്മെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്വതവേ വാതിലുകൾ തുറക്കേണ്ടുന്നിടത്ത് അവിടെ തുറന്നു തരും. നമുക്ക് വേണ്ടി ദൂതന്മാരെ അയച്ചു തരും. ഏത് ഭാരപ്പെടുത്തുന്ന വിഷയമാണോ ദൈവസന്നിധി സമർപ്പിക്ക്, അവിടെ അത്ഭുതം ചെയ്തു തരും. നാം ദൈവത്തിനായി നമ്മുടെ ഹൃദയം തുറക്കാം. ദൈവമേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പ. ഏത് ഭാരത്തോടിരിക്കുന്ന വിഷയമാണെങ്കിലും കർത്താവെ, അവരുടെ ഹൃദയവാതിൽ തുറന്ന് അവരെ സഹായിക്കണമേ. കർത്താവ് വേണ്ടുവോളം ഹല്ലേലൂയ അനുഗ്രഹിക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവെ, ഏത് വിഷയമാണോ ദൈവിക അനുഗ്രഹത്താൽ ഓരോ മക്കളെ നിറയ്ക്കണമേ. വചനം കേൾക്കുന്ന മക്കളുടെ മേൽ കർത്താവെ ഹല്ലേലൂയ വചനം അതിശക്തമായിട്ട് ഹല്ലേലൂയ അവർക്ക് ഉൾക്കൊള്ളുവാൻ ഇടയായി തീരണം. ദൈവസനെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.